എന്താ ഭാസ്കരേട്ടാ വിവരമില്ലതും? ആയുധം കൈവശം വെച്ച കേസിൽ വ്ലോഗർ വിക്കി തഗ് അറസ്റ്റിലായിരിക്കുന്നു. വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. ആയുധം കൈവശം വെച്ച കേസിൽ വ്ലോഗർ വിക്കി തഗ് അറസ്റ്റിലായിരിക്കുന്നു. കീഴടങ്ങുകയാണെന്ന് അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട ശേഷമാണ് വിക്കി പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയത്. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഗോകുൽ VS വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, അതും റീലാക്കുക, അതും വൈറലാക്കുക, എന്നിട്ട് പോവുക എന്നുള്ളത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വിക്കി തഗിനെതിരായിട്ടുള്ള നടപടി എങ്ങനെയാണ്? തീർച്ചയായും ഇതൊരു കണ്ടന്റ് ആക്കി അതൊരു റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിക്കി തഗ്, അതായത് വിഘ്നേഷ് എന്നാണ് ഇയാളുടെ ശരിക്കും പേര്, വിഘ്നേഷ് പാലക്കാട് കോടതിയിൽ ഹാജരായത്. ഇതൊരു കണ്ടന്റ് ആക്കി അതൊരു റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിഘ്നേഷ് പാലക്കാട് കോടതിയിൽ ഹാജരായത്. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ചോദ്യം ചെയ്യലിന് വേണ്ടി, അതായത് കസബ പോലീസിൽ ഹാജരാകാൻ കസബ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷെ അന്നു മുതൽ തന്നെ വിഘ്നേഷ് മുങ്ങി നടക്കുകയാണ്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. 2 വർഷം മുൻപാണ് ഈ സംഭവത്തിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വാഹനത്തിൽ വിഘ്നേഷ് വരുമ്പോൾ എക്സൈസ് ഇയാളെ പിടികൂടി. അന്ന് ഇയാളിൽ നിന്ന് MDMA അടക്കമുള്ള മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു. എന്താ നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും. അതോടൊപ്പം തന്നെ ഒരു തോക്കും കത്തിയും ഇയാളുടെ വാഹനത്തിലുണ്ടായിരുന്നു. ഈ തോക്ക് സംബന്ധിച്ച കേസ് പിന്നീട് കസബ പോലീസിന് എക്സൈസ് കൈമാറി. അപ്പൊ താൻ കുറെ നാൾ ഇവിടെ ഉണ്ടാകും. MDMA കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഈ തോക്ക് കേസുമായി സഹകരിക്കാൻ വിഘ്നേഷ് തയ്യാറായില്ല. ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചപ്പോഴൊന്നും ഇയാൾ നിരന്തരമായി വരാതിരുന്നു. ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്നോടാ പറഞ്ഞേ? കുറെ ഉണ്ടാക്കുമെന്ന്. തോക്ക് നല്ല പട്ട് സാധനം. അതിനുശേഷം ഇയാളെ പിടികൂടാൻ നോക്കിയെങ്കിലും ഇയാൾ ഒളിവിൽ പോകുന്ന സ്ഥിതി വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വെടി വെച്ചത് അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നീട് കൊല്ലത്ത് വെച്ച് ഒരു തവണ ഇയാളെ പിടികൂടുമെന്ന് വരെ എത്തിയതാണ്. പക്ഷെ അവിടെ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് പോലീസിന്റെ അനാസ്ഥയാണ്, അഴിമതിയാണ്, കഴിവുകേടാണ്. മതി